പോകാനുള്ളത് ഖബറെന്ന് പറയുന്ന ലോകത്തിനും അവസാനമുണ്ട്. പക്ഷേ ഹശ്റിന്റെ നാളുകളിലേക്ക് നമുക്ക് പോകണമെന്നുണ്ട്. ആ പോകേണ്ട ലോകത്ത് പിന്നെ ഇവിടെ മരണമില്ലാത്ത ലോകമാണ്. ആ ലോകത്തേക്ക് ആണ് നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന നന്മകള്. ഈ മജ്ലിസുകളൊക്കെ ഉപകാരപ്പെടുന്ന ഒരു സമയം നമുക്ക് വരാനുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവും കൂടി നമുക്കുണ്ടാവണം. ഓരോ ദിവസവും കഴിയും തോറും അദ്ദുനിയാ മുദ്ബിറാ വൽആഖിറതു മുഖ്ബിലാ. ദുനിയാവിനോട് നമ്മൾ സലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആഖിറത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ സെക്കൻഡുകൾ കഴിയും തോറും അതാ നമ്മൾ ഖബറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ സെക്കൻഡുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ആയുസ്സിൽ വിലപ്പെട്ട സമയങ്ങളാണ്. ഇപ്പോ നമ്മളൊരു പുതിയ മാസത്തിലാണ്, മുഹറമിലാണ് നമ്മളുള്ളത്. ഈ സമയത്തൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത് പുതിയ നന്മകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനാണ്. ഓപ്പറേഷൻ നമ്മെ സ്വന്തമായി ശരീരത്തെ ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് പരീക്ഷിക്കേണ്ട സമയമാണ്. എന്തൊക്കെയാണ് നമ്മുടെ ഫീഡ്ബാക്ക്? കഴിഞ്ഞ വർഷങ്ങളിൽ എന്തൊക്കെ നന്മകളാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തത്, എന്തൊക്കെ തിന്മകളാണ് ഞാൻ ചെയ്തത് എന്ന ഒരു വിചാരണ നടത്തേണ്ട സമയമാണ്. അതാണ് മുത്തുനബിയുടെ വാക്ക് കടമെടുത്തുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പഠിപ്പിച്ചത്. അസിബു ഖബ്ല അൻ തുഹാസബു. നമുക്കൊക്കെ ഒരു വിചാരണ വരാനുണ്ട്. ആഖിറത്തിൽ വലിയ വിചാരണ നമുക്ക് വരാനുണ്ട്. അതിന്റെ മുമ്പ് സ്വന്തമായി വിചാരണ ചെയ്യണേ. ഇമാം ഗസാലി തങ്ങൾ അവിടുത്തെ ഇഹ്യയിൽ ഒരു മഹാന്റെ ചരിത്രം പറയുന്നുണ്ട്. ഒരു സൂഫിയായ മനുഷ്യൻ, അയാൾ ഒരു പുതിയ മുഹറം മാസം